എല്ലാവർക്കും നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് എന്നീ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ടിരിക്കണോ എന്ന് വിചാരിക്കണു. അപ്പോൾ ഇപ്പോൾ സെപ്റ്റംബർ മാസം ഇന്നലെ തുടങ്ങിയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ഈ റീഡിങ്ങിൽ ഈ സെപ്റ്റംബർ മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ 3 പൈലുകളായിട്ട് ഞാൻ നിങ്ങളെ മൊത്തത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് പൈൽ 1, പൈൽ 2 ആൻഡ് പൈൽ 3. നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് ഏതാണോ നിങ്ങളുടെ പൈൽ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ പൈലിൽ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആണെങ്കിൽ നിങ്ങൾ റീഡിങ്സ് രണ്ടും കേൾക്കുക, എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിന് കണക്റ്റ് ചെയ്യുന്ന മെസ്സേജസ് മാത്രം സ്വീകരിക്കുക. ഓക്കെ, ഈ 3 പൈൽസിനുള്ള ടൈം സ്റ്റാമ്പ്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അപ്പോൾ നേരെ നിങ്ങളുടെ പൈൽ ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ടൈം സ്റ്റാമ്പ്സിൽ പോയിട്ട് നിങ്ങളുടെ പൈലിൻ്റെ റീഡിങ് കേൾക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചന്ദ്രകണ്ഠ ടാരോട്ട് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ റീഡിങ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇനി നിങ്ങളുടെ ഫയൽ ചൂസ് ചെയ്യാനുള്ള ടൈം ഞാൻ തരികയാണ്. നമുക്ക് എന്നിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ കാണാം. ഹലോ ഗ്രൂപ്പ് 1. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ഫയലാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് 1ലാണ് വരുന്നത്. ഈ സെപ്റ്റംബർ മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ് 9 ഓഫ് സ്വോർഡ്സ് ആണ്. ഏസ് ഓഫ് കോയിൻസ്, 10 ഓഫ് കപ്സ്, ദ ഡെവിൾ, 4 of cups, 4 of wands, 8 of cups, ace of wands and 7 of swords. ഓക്കെ, അപ്പോൾ ഞാൻ കാണുന്നത് ഒരു എന്താ പറയുക, പുതിയ തുടക്കം ഞാൻ നിങ്ങൾക്ക് കാണുന്നുണ്ട്, മസ്റ്റായിട്ടും കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഏരിയ ഓക്കെ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻസ്ഡ് ആണ്, സ്ട്രെസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ശരിയായി ഉറങ്ങാൻ പോലും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ ഏരിയ, അതിപ്പോൾ കരിയർ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലവ് ലൈഫ് ആവാം, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടാവാം, നിങ്ങളുടെ സ്റ്റഡീസ് ആവാം, എന്ത് തന്നെയാണെങ്കിലും എവിടെയാണോ നിങ്ങൾ കൂടുതലും സ്ട്രെസ്സും ആൻഷ്യസ് ആയിട്ടിരിക്കുന്നത് ആ പെർട്ടിക്കുലർ ഏരിയയിൽ, ആ പെർട്ടിക്കുലർ ഒരു ആസ്പെക്റ്റിൽ പുതിയ ഒരു തുടക്കം ഞാൻ കാണുന്നുണ്ട്. അത് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊരു കുറച്ച് നാളത്തേക്ക് മാത്രമുള്ള സന്തോഷമല്ല, ഇതൊരു ലോങ് ടേം ബ്ലെസ്സിങ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. മാത്രമല്ല 10 ഓഫ് കപ്സ് ആണ് അതിൻ്റെ ഒരു കൺഫർമേഷനായിട്ട് കിട്ടിയിരിക്കുന്നത്, ക്ലാരിഫിക്കേഷനായിട്ട് കിട്ടിയിരിക്കുന്നത്. അതായത് ഈ ഒരു പുതിയ തുടക്കം എന്ന് പറയുന്നത് നിങ്ങൾക്കും നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്കും ഓക്കെ വളരെയധികം മനസ്സിന് സന്തോഷം നൽകുന്ന, ഒരു ആനന്ദം നൽകുന്ന ഒരു തുടക്കമായിരിക്കും. ഓക്കെ, നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും, നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും എന്നാണ് ഞാൻ കാണുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒരു എന്താ പറയേണ്ട ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്, നെഗറ്റീവ് എനർജി, നെഗറ്റീവ് തോട്ട്സ് ഇതിൽ നിന്നൊക്കെ മാക്സിമം നിങ്ങൾ മാറി നിൽക്കണം. ഓക്കെ, അതാണ് പറയണത്. കാരണം അങ്ങനത്തെ ചില എനർജീസ് വരാൻ സാധ്യതയുണ്ട്. ഡെവിൾ കാർഡാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ എന്താ പറയുക, ഇപ്പോൾ ഭക്ഷണരീതി ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും പെർട്ടിക്കുലർ ആക്ടിവിറ്റി ആയിരിക്കാം. ഏതെങ്കിലും നിങ്ങൾക്ക് എന്താ പറയുക, അതൊരു ലോ വൈബ്രേഷണൽ എനർജി തരുന്നതാണ് എന്ന് നിങ്ങൾക്ക് സ്വയം തോന്നുന്നുണ്ടാവാം. ഓക്കെ, അങ്ങനെയുള്ളവരോടാണ് പ്രത്യേകം പറയണത്. അപ്പോൾ അത്തരത്തിലുള്ള ആഹാര രീതി, അതപ്പോൾ ചിലപ്പോൾ ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം കൊണ്ടാണ് നിങ്ങളത് കഴിക്കുന്നത്. പക്ഷേ അത് എന്താ പറയുക, നിങ്ങൾക്ക് അപ്പോഴും അറിയാം അത് കഴിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു സുഖം കിട്ടുന്നില്ല. ഓക്കെ, നിങ്ങളാകെ ഒരു ഡൗൺ ആവുന്ന പോലെ. അത്തരത്തിലുള്ള ഭക്ഷണങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുക, ആ ഭക്ഷണ രീതികളൊക്കെ മാറ്റുക, കൂടുതലും എന്താ പറയുക പോഷകാഹാരങ്ങൾ കഴിക്കുക, അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക, അത് കേൾക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും നേരം വൈകി എണീക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നേരത്തെ എണീക്കാനായിട്ട് ശ്രമിക്കുക, ഒരു റുട്ടീൻ കൊണ്ടുവരാൻ ശ്രമിക്കുക ജീവിതത്തിൽ. ഇപ്പോൾ എക്സസൈസ് ചെയ്യാത്തവരാണ്, ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണെങ്കിൽ അതിനൊരു പ്രത്യേക സമയം കണ്ടെത്തി അത് ചെയ്യാൻ തുടങ്ങുക. ഇപ്പോൾ പുതിയൊരു മാസമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യും തോറും എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾ കൂടുതൽ ഹൈ വൈബ്രേഷൻ എനർജിയിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ നെഗറ്റീവ് എനർജീസിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മാക്സിമം മാറി നിൽക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും വ്യക്തികളായിട്ട് സംസാരിക്കുമ്പോൾ, അവരായിട്ട് ഇടപഴകുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് വളരെ അസ്വസ്ഥത അനുഭവപ്പെടുകയാണ്. ഓക്കെ, അവരായിട്ടുള്ള സംസാരത്തിന് ശേഷം ആ ഒരു സംഭാഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഒരു ക്ഷീണം തോന്നുക, അല്ലെങ്കിൽ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ അത്തരം ആളുകളായിട്ടുള്ള സംഭാഷണങ്ങൾ അല്ലെങ്കിൽ അവരായിട്ടുള്ള ഇൻറ്ററാക്ഷൻസ് മാക്സിമം ഒഴിവാക്കുക.
ഈ മാസം. ഓക്കെ, അതുപോലെ തന്നെ ചില സിറ്റുവേഷൻസ്, ഓക്കെ, ചില സിറ്റുവേഷൻസിൽ നമ്മൾ പോവാണ്, നമ്മൾ അതിൻ്റെ ഒരു ഭാഗമാവാണ്. പക്ഷെ നമുക്ക് അവിടെ നിൽക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ആകെ ഒരു അസ്വസ്ഥത, മനസ്സിനൊരു സുഖമില്ല, പോവേണ്ടിയിരുന്നില്ല എന്ന് തോന്നുകയെന്ന് പറയില്ലേ, ആ ഒരു അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സിറ്റുവേഷനിൽ നിന്നും മാറി നിൽക്കുക. ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള പ്രത്യേക ഗൈഡൻസ്. അതുപോലെ എന്തെങ്കിലും ഈ മാസം ഏതെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾ അതിയായി ശ്രമിച്ചു, ഓക്കെ, ഇപ്പോൾ ചിലപ്പോൾ ഒരു ജോലിക്കായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഈവൻ കല്യാണം ആയിരിക്കാം. നിങ്ങൾക്ക് കല്യാണം നോക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കല്യാണാലോചന വന്നു, നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി, പക്ഷേ അത് നടന്നില്ല എന്നാണെങ്കിൽ അവിടെ എന്താ പറയണതെന്ന് വെച്ചാൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് അതിനേക്കാൾ നല്ലത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അത് മാറ്റിയിട്ടുള്ളത് എന്നാണ് നിങ്ങളോട് അടുത്ത് പറയണേ. അപ്പോൾ അത്തരത്തിലുള്ള എന്താ പറയേണ്ടത്, അപ്പം അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ കല്യാണം ഏകദേശം ഉറപ്പിക്കുന്ന വരെ എത്തി പെട്ടെന്ന് മുടങ്ങി പോവാണ്, അല്ലെങ്കിൽ ജോലിയുടെ കാര്യം ഇപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് കിട്ടുമെന്ന് ഉറപ്പായി പെട്ടെന്ന് അത് പോവുകയാണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്കുള്ളതല്ല. ഓക്കെ, അത് നിങ്ങൾക്ക് സന്തോഷം തരില്ല. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും അതാണ് ഏറ്റവും നല്ലത്, എനിക്ക് കിട്ടാനുള്ളത്, അതിനേക്കാൾ നല്ലതൊന്നും കിട്ടാനേ ഇല്ല എന്ന് തോന്നുമായിരിക്കും. പക്ഷെ അതല്ല, അതിനേക്കാൾ നല്ലത് കിട്ടാനുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനായിട്ട് ഈശ്വരന് ഒരു എന്താ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു ക്ഷമ കാണിക്കണം, ഈശ്വരൻ്റെ ഒരു വിശ്വാസം കാണിക്കണം. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ സന്ദർഭങ്ങൾ ഉണ്ടാകാം ഈ മാസം. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം. അത് എന്തെങ്കിലും അങ്ങനെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങൾക്ക് അതിനേക്കാൾ നല്ലതാണ് വരാൻ പോകുന്നത്. അതാണ്, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പർട്ടിക്കുലർ തിങ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അച്ചീവ്മെൻറ്റ്സ്, അത് ചെറിയ തരത്തിലുള്ളതാവാം, വലിയ അച്ചീവ്മെൻറ്റ്സ് ആവാം, എന്ത് തന്നെയാണെങ്കിലും അത് നിങ്ങൾ ചെറിയ രീതിയിലെങ്കിലും ഒന്ന് ആഘോഷിക്കാൻ ശ്രമിക്കുക. ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ എന്താ പറയുക, നാട്ടുകാരെ മൊത്തം വിളിച്ചൊരു വിരുന്ന് അങ്ങനെയൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ചെറിയ രീതിയിൽ, ഇപ്പോൾ നിങ്ങളിപ്പോൾ വേറെ ആരും ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് പ്രിയപ്പെട്ട എന്തെങ്കിലും, നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു ആഹാരം ഉണ്ടാക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടുകാർക്കുമായിട്ട് എന്തെങ്കിലും ഒരു പ്രത്യേകം ഒരു കാര്യം ചെയ്യാൻ, അത് വളരെ ചെറിയ രീതിയിലാണെങ്കിൽ പോലും അതെന്താ വെച്ചാൽ നമ്മൾ ആ ഒരു അച്ചീവ്മെൻറ്റിനെ അക്നോളേജ് ചെയ്യുന്നതാണ് നമ്മളത് ആഘോഷിക്കുന്നത്. ഓക്കെ, അത് ചെയ്യണം. മാത്രമല്ല പഴയ കാര്യങ്ങൾ, കഴിഞ്ഞുപോയ കാര്യങ്ങൾ, മനസ്സിന് വേദന ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ, വ്യക്തികൾ, സിറ്റുവേഷൻസ്, ഇതൊക്കെ ചിലപ്പോൾ ഈ മാസം എന്താ പറയുക, ഇങ്ങനെ അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ വരാനൊക്കെ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവരെയൊക്കെ കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവരുടെയൊക്കെ ജീവിതത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ സിറ്റുവേഷൻസിനെ കുറിച്ചോ എന്തെങ്കിലും അറിയാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞു പോയതാണ്. എന്താണ് ഓർക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം കഴിഞ്ഞു പോയതാണ്, അതൊന്നും എൻ്റെ ജീവിതത്തിനെ ഇനി ബാധിക്കുന്നതല്ല എന്ന് അപ്പം തന്നെ മനസ്സിലാക്കി അതിൽ കൂടുതൽ സമയം ചിലവഴിക്കാണ്ടിരിക്കുക. ഓക്കെ, ഇപ്പോൾ ഒരു വ്യക്തിയാണെങ്കിൽ അപ്പോൾ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രധാനമായിട്ടൊരു മാറ്റം സംഭവിക്കുന്നു, നിങ്ങൾ അറിയുന്നു, എന്താ സംഭവിക്കണം, ഏതാ സംഭവിക്കണം, അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ആ വ്യക്തിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയതാണ്, അല്ലേ, ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു പോയതാണ്, അതിനി തിരിച്ചു വരാനും പോകുന്നില്ല, അത് നിങ്ങൾക്ക് നല്ലതുമായിരുന്നില്ല, അതാ മനസ്സിലാക്കുക. എന്നിട്ട് അതിൽ നിന്ന് അത് ഓക്കെ, ഇപ്പോൾ ആ വ്യക്തിനെ കുറിച്ച് നിങ്ങൾ കേൾക്കുകയാണ്, അവർക്ക് ഇങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ അവരിങ്ങോട്ട് പോവാണ്, ഇങ്ങനെയാണ്, ഓക്കെ, അത്ര മതി. അതിനെക്കുറിച്ച് ചിന്തിക്കാനോ അതിനെക്കുറിച്ച് കൂടുതൽ എന്താ പറയുക അന്വേഷിക്കാനോ ഒന്നും നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. അത് പറയുന്നു. നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് എസ്പെഷ്യലി ഇപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും, എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, നിങ്ങളുടെ ലൈഫിൽ ശരിക്കും ഈ മാസം വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ചേഞ്ചാണ് വരാൻ പോകുന്നത്. ഒരുപാട് വളർച്ച ഉണ്ടാവാൻ പോകുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ ജോലിക്ക് നോക്കുന്നുണ്ടെങ്കിൽ പുതിയ ജോലി മസ്റ്റായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഏസ് ഓഫ് പെൻഡക്കിൾസും ഏസ് ഓഫ് വാൺസും പറയുന്നത് ആ ഒരു എനർജിയാണ്. അതുപോലെ തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങളിങ്ങനെ നല്ലൊരു ടൈം നോക്കി നിൽക്കുകയാണെങ്കിൽ ഈ മാസമാണ് ബെസ്റ്റ്, സെപ്റ്റംബർ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുക, ഒന്നും നോക്കാനില്ല, സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ തോട്ട്സ് ഉണ്ടല്ലോ, നിങ്ങളുടെ തോട്ട്സ് നിങ്ങളെ ചിലപ്പോൾ എന്താ പറയുക ഡിസീവ് ചെയ്യാന്ന് പറയില്ലേ, വഞ്ചിക്കുക എന്ന് പറയില്ലേ, അത് ആ രീതിയിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തുടങ്ങണം എന്നുണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് അയ്യോ ഇതൊന്നും ശരിയായില്ലെങ്കിലോ, നിങ്ങളുടെ മനസ്സിലിങ്ങനെ കുറേ ചിന്തകൾ വരാണ്, അത് ശരിയാവില്ല, അത് അങ്ങനെ പോവില്ല, ഇങ്ങനെ ഉണ്ടാവില്ല, കുറേ നഷ്ടങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ഒരു ബിസിനസ് ആണെങ്കിൽ അല്ലെങ്കിൽ ജോലിയുടെ ആണെങ്കിൽ ഇതൊന്നും അധികം നാൾ നിൽക്കാൻ പോണില്ല, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും, മുന്നുണ്ടായ പോലെ പ്രശ്നങ്ങളുണ്ടാവും, ഇങ്ങനത്തെ ചിന്തകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കുക, അത് ജസ്റ്റ് ചിന്തകൾ മാത്രമാണ്, അതല്ല നിങ്ങളുടെ റിയാലിറ്റി. ഓക്കെ, നിങ്ങളുടെ റിയാലിറ്റി എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൈമാണ് സെപ്റ്റംബർ മാസത്തിൽ ഞാൻ കാണുന്നത്. എസ്പെഷ്യലി നിങ്ങൾ കല്യാണം എന്നുള്ള ഒരു കൺസെപ്റ്റ്, നിങ്ങൾ ആക്റ്റീവ്ലി നിങ്ങൾക്ക് കല്യാണാലോചനകൾ നടക്കുന്നുണ്ട്, കല്യാണം നോക്കുന്നുണ്ടെങ്കിൽ ഈ മാസം വളരെയധികം സാധ്യത ഞാൻ കാണുന്നുണ്ട് കല്യാണം ഉറയ്ക്കാനായിട്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ആലോചന വന്ന് ഉറയ്ക്കേണ്ട ഒരു ലെവലെത്തി അത് നിന്ന് പോവുകയാണെങ്കിൽ മനസ്സിലാക്കുക അത് നിങ്ങൾക്കുള്ളതല്ല, അത് നിങ്ങൾ അതിനേക്കാൾ നല്ലതാണ് ഡിസേർവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ വിഷമിക്കാതെ ഇരിക്കുക, അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് എനിക്ക് അല്ലെങ്കിൽ നല്ലതൊന്നും കിട്ടാൻ ഇതില്ല, എന്താ പറയുക ചിലപ്പോൾ ഞാൻ അത്ര കൊള്ളില്ലായിരിക്കും, ഇങ്ങനത്തെ ചിന്തകളൊന്നും എന്താ പറയുക എൻകറേജ് ചെയ്യാതിരിക്കുക.
അത് പ്രത്യേകം ഞാൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു പുതിയ തുടക്കം, വളരെ നല്ലൊരു സമയമാണ് ഞാൻ നിങ്ങൾക്ക് കാണുന്നത് ഈ ഒരു മാസം. ഇപ്പോൾ മസ്റ്റായിട്ടും ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു വിജയങ്ങൾ പോലും ആഘോഷിക്കുക. ഓക്കെ, ഫാമിലിയായിട്ട് മാക്സിമം ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക. നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ അത് വ്യക്തികളാവാം, സിറ്റുവേഷൻസ് ആവാം, അതിൽ നിന്നെല്ലാം പരമാവധി മാറി നിൽക്കുക. പുതിയ ഒരു ശീലം എന്തെങ്കിലും കൊണ്ടുവരിക, എക്സസൈസോ അല്ലെങ്കിൽ നേരത്തെ എണീക്കുന്നതോ എന്തെങ്കിലും ഒന്ന് പുതിയതായിട്ട് കൊണ്ടുവരിക. ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്താം, കൂടുതൽ എന്താ പറയുക ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുക. അങ്ങനെ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് കൊണ്ടുവരുന്നതും നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും എന്നാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് വളരെ നല്ലൊരു സെപ്റ്റംബർ മാസം ഞാൻ നേരുകയാണ്. എല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് ഉപരി വളരെ നന്നായി നടക്കട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഞാൻ തരികയാണ്. റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, താങ്ക് യു. ഹലോ മൈ ഡിയർ ഗ്രൂപ്പ് 2. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു പ്രത്യേക ഫയലാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് 2ലാണ് വരുന്നത്. നമുക്ക് നിങ്ങളുടെ ഈ സെപ്റ്റംബർ മാസം എങ്ങനെയായിരിക്കും, എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് നോക്കാം. ഓക്കെ, നമുക്ക് സൺ കാർഡാണ് ആദ്യമായിട്ട് തന്നെ കിട്ടിയത്. ഫസ്റ്റ് കാർഡ് സൺ കാർഡാണ്. 2 of Wands, Hermit, Lovers, 4 of Cups, Judgment and 5 of Wands. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വളരെ ഒരു പോസിറ്റീവ് എനർജിയാണ്. സൺ കാർഡാണ് നമ്മൾ മെയിനായിട്ട് കാണുന്നത്. അപ്പോൾ ഈ സെപ്റ്റംബർ മാസത്തിൽ വളരെ നിങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന കുറേ കാര്യങ്ങൾ നടക്കും. അതായത് ഇപ്പോൾ നിങ്ങൾ വളരെ പ്രതീക്ഷ ഒന്നുമില്ലാണ്ട് ഒട്ടും ഹോപ്പ് ഇല്ലാതിരിക്കുകയാണെന്ന് വിചാരിക്കും. ഇതിപ്പോൾ ജീവിതത്തിൽ മൊത്തത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏരിയനെ ബേസ് ചെയ്തിട്ടായിരിക്കാം. അതിലെല്ലാം നിങ്ങൾക്ക് ഒരു പ്രോഗ്രസ് കാണാൻ സാധിക്കും സെപ്റ്റംബർ മാസത്തിൽ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പ്രതീക്ഷകൾ കൂടുതൽ എന്താ പറയുക, ആ പ്രതീക്ഷകൾ എന്തൊക്കെയാണോ, നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തൊക്കെയാണോ അതൊക്കെ നടക്കാൻ വളരെയധികം സാധ്യതയുണ്ട് സെപ്റ്റംബർ മാസത്തിൽ. നിങ്ങൾ ഏതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതൊക്കെ ഏരിയയിലാണോ നിങ്ങളൊരു ഫോർവേഡ് മൂവ്മെൻറ്റ്, ഒരു പ്രോഗ്രസ് ആഗ്രഹിക്കുന്നത്, പുരോഗമനം ആഗ്രഹിക്കുന്നത്, അതും ഈ മാസത്തിൽ നടക്കാൻ വളരെയധികം സാധ്യത കാണുന്നു. നിങ്ങളുടെ ഇന്നർ ഗൈഡൻസ് ആണ് ഈ മാസം നിങ്ങൾ ഫുള്ളി ഫോക്കസ് ചെയ്യേണ്ടത്. എന്തൊരു ഡിസിഷൻ എടുക്കുമ്പോഴും ഏതൊരു കാര്യം ചൂസ് ചെയ്യുമ്പോഴും നിങ്ങൾ നിങ്ങളോട് തന്നെയാണ് അത് ചോദിക്കേണ്ടതും അതിനുള്ള ഉത്തരം കണ്ടെത്തേണ്ടതും. ഓക്കെ, നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങളെ റിയലി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാം. മെഡിറ്റേറ്റ് ചെയ്യാൻ മാക്സിമം ടൈം കണ്ടെത്തണം. പ്രത്യേകിച്ച് നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ് സൈക്കിക് എബിലിറ്റീസിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട്, അതിനെ കൂടുതൽ ശക്തിപ്പെടുത്താനായിട്ടുള്ള മെഡിറ്റേഷൻസ് മസ്റ്റായിട്ടും ഈ മാസം നിങ്ങൾ ചെയ്തിരിക്കണം. കാരണം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ റിയലി ഹെൽപ്പ് ചെയ്യും. നിങ്ങളെ എന്താ പറയുക വഴിയിലൂടെയാണ് പോകേണ്ടത്, ഏത് ഡിസിഷനാണ് എടുക്കേണ്ടതെന്ന് കൃത്യമായിട്ട് നിങ്ങളെ ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് ഈശ്വരന് സാധിക്കും, യൂണിവേഴ്സിന് സാധിക്കും. അപ്പോൾ നിങ്ങളത് മസ്റ്റായിട്ടും മെഡിറ്റേഷന് ഒരു സമയം മാറ്റി വെച്ചിരിക്കണം. കൺസിസ്റ്റൻ്റ്ലി അത് ചെയ്യും വേണം. ഓക്കെ, അതിന് ഇങ്ങനെ എന്താ പറയുക പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാൻ പാടില്ല. ഒരു ദിവസം ചെയ്തു, പിന്നെ പിറ്റേ ദിവസം വേണ്ടെന്ന് വെച്ചു, പിന്നത്തെ വീണ്ടും ചെയ്തു, പിന്നെ 2 ദിവസം വീണ്ടും വേണ്ടെന്ന് വെച്ചു, അങ്ങനെ പറ്റില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ പോകണം. ഓക്കെ, എല്ലാ ദിവസവും ഒരു പെർട്ടിക്കുലർ ടൈമിൽ തന്നെ ചെയ്യാൻ പറ്റിയാൽ അത്രയും നന്ന്. അതും കൂടെ പറയുന്നു. പിന്നെ അതുമാത്രമല്ല, സൺ കാർഡിലൂടെ എനിക്ക് എടുത്ത് ഒരുപാട് സന്തോഷം, മനസ്സിന് സന്തോഷം നൽകുന്ന, സംതൃപ്തി നൽകുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ മാസം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സൺ കാർഡിനെ എപ്പോഴും ഞാൻ പറയാം ഹാപ്പിലി എവർ ആഫ്റ്റർ, ആ ഒരു എനർജിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള അങ്ങനത്തെ ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ലൈഫ് ഇൻ ജനറൽ ആണ് ഞാൻ മാറ്റം കാണുന്നത്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ഏരിയ എന്നുള്ളതിനേക്കാളും നിങ്ങളുടെ ലൈഫ് മൊത്തത്തിൽ ഒരു പോസിറ്റീവ് ചേഞ്ചാണ് ഈ മാസത്തിൽ ഞാൻ കാണുന്നത്. പിന്നെ മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ ഒരു സിംഗിൾ ആണെന്ന് വിചാരിക്കും, നിങ്ങൾ ഇപ്പോൾ റിലേഷൻഷിപ്പിലൊന്നുമല്ല, നിങ്ങൾക്ക് ഇപ്പോൾ കല്യാണം ആലോചിക്കുന്നുണ്ടെങ്കിൽ കല്യാണമൊന്നും ആയിട്ടില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ മാസം നിങ്ങൾ നിങ്ങളുടെ ആളെ കണ്ടെത്താനുള്ള സാധ്യത വളരെയധികം ഉണ്ട്. ലവേഴ്സ് കാർഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട് എനർജിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഡെസ്റ്റിൻഡ് പാർട്ട്ണർ, നമ്മുടെ ഫ്യൂച്ചർ സ്പൗസ് ആരാണോ അതാണ്, ആ എനർജിയാണ് എനിക്ക് ലവേഴ്സ് കാർഡ് തരുന്നത്. അപ്പോൾ എസ്പെഷ്യലി നിങ്ങൾ ഒറ്റയ്ക്കാണ്, നിങ്ങൾ സിംഗിളാണ്, നിങ്ങളൊരു സോളിറ്റ്യൂഡ് എനർജിയിലാണുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാസം നിങ്ങളുടെ വ്യക്തിയെ, നിങ്ങളുടെ എന്താ പറയുക യൂണിവേഴ്സ് നിങ്ങൾക്കായി നിശ്ചയിച്ചിട്ടുള്ള ജീവിത പങ്കാളിനെ കണ്ടുമുട്ടാനുള്ള സാധ്യതകൾ വളരെയധികം ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എന്താ പറയുക ആ ഒരു വ്യക്തിനെ കാണുമ്പോൾ ആ ഒരു നിങ്ങളുടെ മനസ്സിനോടാണ് ചോദിക്കേണ്ടത്. ഓക്കെ, നിങ്ങൾ ഒരുപാട് അതിനെക്കുറിച്ച് ചിന്തിക്കാണ്ട് ശരിക്കും നിങ്ങൾ മനസ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഇന്നർ നോയിങ് ഉണ്ടല്ലോ,
ഇപ്പോൾ ഒരു ഗട്ട് ഫീലിംഗ്, അതാണ് നിങ്ങളിവിടെ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ വ്യക്തിനെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങളിപ്പോൾ ഇത്രയും നാൾ സോളിറ്റ്യൂഡിലായിരുന്ന വ്യക്തികളോ, അതായത് ആ സിംഗിൾ ലൈഫ് ലീഡ് ചെയ്ത് അതിൽ നിങ്ങൾ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു സിംഗിൾ ലൈഫ്, ആ ഒരു ഇൻഡിപെൻഡൻസ് നിങ്ങൾ അത് വളരെയധികം ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ ശരിയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത പങ്കാളിനെ കണ്ടുമുട്ടണം, അവരായിട്ടൊരു റിലേഷൻഷിപ്പ് വേണം, അതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ അതിനൊരുപാട് മുകളിലായിട്ട് നിങ്ങൾ ഈ ഒരു സിംഗിൾ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെയോ. അപ്പോൾ ഈ വ്യക്തിയെ കണ്ടുമുട്ടുമ്പോൾ വളരെയധികം ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളെന്താ പറയുക, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ആ വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അടുപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. സബ് കോൺഷ്യസ്ലി ആവാട്ടോ നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വളരെയധികം സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ്, ഈ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോടാണ് ചോദിക്കേണ്ടത്, നിങ്ങളുടെ ഇൻറ്റ്യൂഷനോടാണ് ചോദിക്കേണ്ടത്, നിങ്ങളുടെ ഗട്ട് ഫീലിംഗ് വെച്ചിട്ടാണ് നിങ്ങൾ ഡിസിഷൻസ് എടുക്കേണ്ടത്. ഓക്കെ, ഒരുപാട് ലോജിക്കലി തിങ്ക് ചെയ്ത് അല്ല, ഓവർ തിങ്ക് ചെയ്യരുത്, അത് പ്രത്യേകം എടുത്ത് പറയുന്നു. പിന്നെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് മുന്നേ പല ബന്ധങ്ങളും ചിലപ്പോൾ റിലേഷൻഷിപ്സ് ഉണ്ടായിട്ടുണ്ടാവാം. ഓക്കെ, അത് സക്സസ്ഫുൾ ആയിരുന്നുണ്ടാവില്ല, ഒരുപാട് വേദനകൾ ഉണ്ടായിട്ടുണ്ടാവാം. അതിൻ്റെ ബേസിൽ ഈ ഒരു വ്യക്തിനെയോ ഈ ഒരു റിലേഷൻഷിപ്പിനെയോ നിങ്ങൾ എന്താ പറയുക, അനലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യാനോ നിൽക്കരുത്, അതൊരിക്കലും ചെയ്യരുത്. കഴിഞ്ഞു പോയ കാര്യങ്ങൾ, അതിലൂടെ നിങ്ങൾ ഓരോ പാഠങ്ങളാണ് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് ആയിട്ട് ഈശ്വരൻ വിചാരിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈശ്വരൻ നീക്കി വെച്ചിട്ടുള്ള കാര്യങ്ങൾ, അത് ആരാണെങ്കിലും, ഒരു വ്യക്തിയാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും, അത് ഒരാൾക്കും നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാനോ നിങ്ങളിൽ നിന്ന് തട്ടിപ്പറിക്കാനോ പറ്റില്ല. അത് നിങ്ങൾക്ക് തന്നെ വന്നു ചേരും. അത് ആർക്കും ചിലപ്പോൾ വേണമെങ്കിൽ സമയത്തിന് നീണ്ടു പോവാം. ഓക്കെ, പക്ഷെ എന്നാലും അത് നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും. അത് ഒരാൾക്കും നിങ്ങളുടെ നിന്ന് തട്ടി മാറ്റാൻ പറ്റില്ല. അതെപ്പോഴും മനസ്സിൽ വിശ്വസിക്കുക. ഓക്കെ, അപ്പോൾ കഴിഞ്ഞു പോയത്, അപ്പോൾ ആ റിലേഷൻഷിപ്സ് ഒന്നും വർക്ക് ചെയ്യാഞ്ഞത് അത് അവരായിരുന്നില്ല നിങ്ങൾക്കുള്ള വ്യക്തി. മനസ്സിലായോ? നിങ്ങൾ അതിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചു. നിങ്ങളെ എത്രത്തോളം പ്രയോറിറ്റൈസ് ചെയ്യണം, നിങ്ങളെത്രത്തോളം നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ ഹാപ്പിനെസ് ഒക്കെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ മനസ്സിലാക്കി. ഓക്കെ, ആ സെൽഫ് ലവ് കൺസെപ്റ്റ്, അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് മനസ്സിലാക്കി. അപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ, കഴിഞ്ഞു പോയ കാലങ്ങൾ, നിങ്ങളുടെ ആ ഒരു ഓൾഡ് സെൽഫ് ഉണ്ടല്ലോ, ആ ഒരു കാലങ്ങളിൽ നിങ്ങളുടെ ആ ഒരു വേർഷൻ, ഒരു കമ്പാഷൻ വേണം അതിനോട്, ആ ഒരു ഓൾഡ് വേർഷനോട്. ഓക്കെ, ഒരിക്കലും നിങ്ങളിങ്ങനെ എന്നാലും ഞാൻ അങ്ങനെ ചെയ്തില്ല, ഞാൻ ചെയ്യാൻ പാടില്ല എന്ന്, വളരെ മോശമായിപ്പോയി, ഇത്തരത്തിലുള്ള ചിന്തകൾ പാടില്ല. ഹാർഷായിട്ട് ജഡ്ജ് ചെയ്ത് നിങ്ങളുടെ ഓൾഡ് സെൽഫ് ആ ഒരു പെർട്ടിക്കുലർ എനർജിയിൽ അവരുടെ ബെസ്റ്റാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞു പോയി. അപ്പോൾ നിങ്ങൾ പാഠങ്ങൾ പഠിച്ചു. ഇതിപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് വളരെ അപ്ഗ്രേഡഡ് വേർഷനാണ്. രണ്ട് അന്തരത്തിലുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് തോന്നുന്ന ചിന്തകളായിരുന്നില്ല നിങ്ങളുടെ ഓൾഡ് വേർഷന് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടായിരുന്നില്ല നിങ്ങളുടെ ഓൾഡ് വേർഷൻ ഉണ്ടായിരുന്നത്. ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഓൾഡ് സെൽഫിനോട് നിങ്ങൾക്ക് എപ്പോഴും ഒരു കമ്പാഷൻ, ഒരു സ്നേഹം ഉണ്ടായിരിക്കണം. ഓക്കെ, എന്നിട്ട് എന്ത് പാസ്റ്റ് എനർജീസും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നാലും ഓക്കെ, നടന്ന നല്ല കാര്യങ്ങളൊക്കെ വളരെ സന്തോഷത്തോടെ ഓർക്കുക. അതുമാത്രം വേദനിപ്പിച്ച കാര്യങ്ങളെക്കുറിച്ച് ഓർക്കാതിരിക്കുക. അത് വേദനിപ്പിച്ച വ്യക്തികളുമായിട്ട് യാതൊരു അടുപ്പം വെക്കാതിരിക്കുക. അവരെ അടുപ്പം വെക്കാൻ ശ്രമിച്ചാൽ പോലും നിങ്ങളത് എൻകറേജ് ചെയ്യരുത്. ഓക്കെ, അതായത് ഈ മാസം ഈ നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ച ചിലരൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കാം. അവരൊക്കെ ചിലപ്പോൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് പ്രത്യേകം പറയുന്നത്, ഈ വ്യക്തികളെ നിങ്ങളെ വേദനിപ്പിച്ചവരാണ് അല്ലേ, നിങ്ങളെ വേദനിപ്പിക്കുന്നതിന് മുന്നേ അവർ ചിന്തിച്ചു പോലുമില്ല നിങ്ങൾക്ക് എത്രത്തോളം വേദനിക്കും, നിങ്ങളത് എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നവരെ ചിന്തിച്ചേ ഇല്ല. അങ്ങനത്തെ ആളുകൾക്ക് നിങ്ങളുടെ ലൈഫിൽ സെക്കൻഡ് ചാൻസ് ഇല്ല, അതാദ്യമേ ഉറപ്പിക്കുക. ഓക്കെ, അവരുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കോൺഫ്ലിക്റ്റോ കാര്യങ്ങളോട് വഴക്ക് ഉണ്ടായിരുന്നു എന്നാണ് കാണുന്നത്. 5 of Wands വെച്ചിട്ട് ആ വഴക്കുണ്ടായിട്ടുണ്ട്. എന്നിട്ട് ആ ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ടായിട്ട് അതിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ്. പക്ഷേ സെപ്റ്റംബർ മാസത്തിൽ ഇവർ വരാൻ സാധ്യതയുണ്ട്, നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ അവർ ശ്രമിക്കും, അതാണ് കാണുന്നത്. നിങ്ങളപ്പോൾ ഒരു തീരുമാനം എടുത്തല്ലോ, ഇവരായിട്ട് പ്രശ്നമുണ്ടായി, ഇവർ നിങ്ങളെ വേദനിപ്പിച്ചപ്പോൾ നിങ്ങളൊരു തീരുമാനം എടുത്തല്ലോ, അതായത് ഇവരെ ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ അടുപ്പിക്കില്ല, ഇവരായിട്ട് യാതൊരു കോണ്ടാക്റ്റും വെക്കില്ല. അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും വ്യക്തികളെ കുറിച്ച് ഓൾറെഡി ചിന്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ എന്തൊക്കെ പറഞ്ഞ് തിരിച്ചു വന്നാലും, ഈ സെപ്റ്റംബർ മാസത്തിൽ തിരിച്ചു വന്നാലും നിങ്ങളുടെ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. അതാണ് നിങ്ങൾക്ക് സമാധാനം നൽകുക. ഓക്കെ, വെറുതെ എന്താ പറയുക, വിശാല മനസ്സ് കാണിച്ച് ഇവരൊന്നും തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാതിരിക്കുക. അത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും നാൾ ചെയ്ത നിങ്ങളുടെ ഇന്നർ വർക്കും നിങ്ങളുടെ മാനിഫെസ്റ്റേഷനും നിങ്ങളുടെ ഈ ഒരു സ്പിരിച്വൽ അപ്ഗ്രേഡിങ് എല്ലാം വെറുതെയാവും. കാരണം നിങ്ങൾ പാഠം പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾ യൂണിവേഴ്സിനോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ സമയത്ത് നിങ്ങളെ വേദനിപ്പിച്ച സിറ്റുവേഷൻ, വേദനിപ്പിച്ച വ്യക്തികൾ
ഇവരെക്കുറിച്ച് ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ കടന്നു പോയപ്പോൾ നിങ്ങൾ എടുത്ത ചില തീരുമാനങ്ങളുണ്ട്, അതിൽ ഉറച്ചു നിൽക്കണം. യാതൊരു കാരണവശാലും ആര് പറഞ്ഞാലും അതിൽ നിന്ന് പിന്മാറരുത്. ഓക്കെ, നിങ്ങളുടെ സമാധാനമായിരിക്കണം നിങ്ങളുടെ പ്രയോറിറ്റി. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഉള്ള സെപ്റ്റംബർ മാസത്തിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന മാറ്റങ്ങൾ. അതുപോലെ തന്നെ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗൈഡൻസും കൂടിയാണ് എനിക്ക് ഈ സ്പ്രെഡിലൂടെ കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ നല്ലൊരു സെപ്റ്റംബർ മാസം തരുന്നു. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഹെൽപ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ഈ റീഡിംഗ് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഇതൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാം. അപ്പോൾ നമുക്കിനി അടുത്ത റീഡിങ്ങിൽ കാണാം എന്ന പ്രതീക്ഷയോടെ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ഫയലാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ സെപ്റ്റംബർ 2024 കുറിച്ചുള്ള റീഡിംഗ്. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ ഈ സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിനുള്ള സാധ്യത നോക്കാം. ഓക്കെ, നമുക്ക് കിങ് ഓഫ് സോഡ്സും ക്വീൻ ഓഫ് സോഡ്സും കിട്ടിയിട്ടുണ്ട്. ഡിവൈൻ കൗണ്ടർ പാർട്ട് എനർജിയാണ്, അല്ലെങ്കിൽ അതൊരു ഡിവൈൻ മസ്കുലിൻ ഫെമിനിൻ എനർജിയാണ്. നമുക്ക് എങ്ങനെയാണ് അത് വരണേ നോക്കാം. 4 of Pentacles, the Fool, 9 of Wands, Wheel of Fortune, Ace of Pentacles, the Tower, okay, Knight of Pentacles, Ace of Swords, okay. നിങ്ങൾക്ക് 2-3 കാർഡാണ് ന്യൂ ബിഗിനിങ്ങിനെ കുറിച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക എടുത്ത് പറയുന്ന കാർഡ്സ് കിട്ടിയിട്ടുള്ളത്. ദ ഹയർഫന്റ്, 9 of Pentacles, വണ്ടർഫുൾ എനർജി, ദ ഹാങ്ഡ് മാൻ ആൻഡ് ദ എംപറർ. ഓക്കെ, സോ ഈ കിങ് ഓഫ് സ്വോർഡ്സും ക്വീൻ ഓഫ് സ്വോർഡ്സും എനിക്ക് കിട്ടുന്നത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ സംഭവിക്കുന്ന യൂണിയനാണ്. ഓക്കെ, നിങ്ങളുടെ ഡിവൈൻ മസ്കുലിൻ ഡിവൈൻ ഫെമിനിൻ എനർജി ഒരു പെർഫെക്റ്റ് ബാലൻസിൽ വരുന്ന സമയമാണ് സെപ്റ്റംബർ മാസം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എയർ സൈൻ നിങ്ങളുടെ സോഡിയാക് സൈൻ ആയിരിക്കാം, ലീബ്ര, ജെമിനി, അക്വേറിയസ്. എനിക്ക് വളരെ സ്ട്രോങ്ലി എനർജി കിട്ടുന്നുണ്ട്. നിങ്ങൾ വളരെയധികം സേഫും ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് ആയിരിക്കും ഈ മാസം. ഓക്കെ, മാത്രമല്ല ഒരു ഫ്രഷ് സ്റ്റാർട്ട്, ഫൂൾ കാർഡ് വെച്ചിട്ട് എനിക്ക് കിട്ടുന്ന ഒരു ഫ്രഷ് സ്റ്റാർട്ടാണ് നിങ്ങളുടെ ലൈഫിൽ കാണുന്നത്. നിങ്ങൾ ഒരുപാട് ചാലഞ്ചസും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ലൈഫിൽ തടസ്സങ്ങളും ഒക്കെ ഈ ഒരു പോയിന്റ് വരെ സെപ്റ്റംബർ മാസം വരെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ അതിൽ നിന്നൊക്കെ പുറത്തേക്ക് വന്ന് എന്താ പറയുക, ഒരു തരത്തിൽ നോക്കാൻ വെച്ചാൽ നിങ്ങൾ വെയിറ്റിംഗ് പീരീഡിലായിരുന്നു. ഈ ഓഗസ്റ്റ് മാസം എന്നൊക്കെ പറഞ്ഞാൽ വെയിറ്റിംഗ് പീരീഡാണ്. പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങളുടെ എന്താ പറയുക ആ കഷ്ടപ്പാടും കോംപ്ലിക്കേഷൻസും എല്ലാം കഴിഞ്ഞു പോയി. നിങ്ങൾ ഇതിൽ നിന്നൊക്കെ പുറത്തേക്ക് വന്നു. എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം സംഭവിച്ചിട്ടില്ല. ഈ രണ്ടിനിടയിലായിരുന്നു നിങ്ങൾ ഈ ഒരു ഓഗസ്റ്റ് മാസത്തിലായിരുന്നത്. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും റെസ്റ്റ് ചെയ്യാനുള്ള ഒരു സമയമായിരുന്നു. കാരണം നിങ്ങൾ അത്രയധികം ചാലഞ്ചസിലൂടെ നിങ്ങൾ പോന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒബ്വിയസ്ലി നിങ്ങളുടെ എന്താ പറയുക എനർജി റീസ്റ്റോർ ചെയ്യണം, നിങ്ങൾ റെസ്റ്റ് ചെയ്യണം, അത് അത്യാവശ്യമാണ്. ഓക്കെ, അതിനാണ് നിങ്ങൾക്ക് ശരിക്കും ഓഗസ്റ്റ് മാസം തന്നിരുന്നത്. പക്ഷെ ഞാൻ കാണുന്നത് നിങ്ങൾ വളരെയധികം ടെൻസ്ഡ് ആയിരുന്നു, നിങ്ങൾ സ്ട്രെസ്ഡ് ആയിരുന്നു. കാരണം ഇത്രയധികം കോംപ്ലിക്കേഷൻസ് ഉണ്ടായി, നിങ്ങൾ അതിൽ നിന്നൊക്കെ പുറത്തു വന്നു, എന്നിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിച്ചില്ലല്ലോ എന്നുള്ള ആ ഒരു ചിന്ത കൊണ്ട് മാത്രം നിങ്ങൾ വളരെ ടെൻസ്ഡ് ആയിരുന്നു, സ്ട്രെസ്ഡ് ആയിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ മനസ്സമാധാനം നിങ്ങൾ ഓഗസ്റ്റ് മാസത്തിൽ അനുഭവിച്ചിട്ടില്ല. ഓക്കെ, പക്ഷെ വിഷമിക്കേണ്ട. ഈ ഒരു മാസം സെപ്റ്റംബർ മാസത്തിൽ വീൽ ഓഫ് ഫോർച്യൂണെ കിട്ടിയിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിലൊരു 360 ഡിഗ്രി ചേഞ്ച്, മൊത്തത്തിലൊരു മാറ്റം. ഇപ്പം എങ്ങനെയാണ് സിറ്റുവേഷൻ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കാണുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ കുറേ ചാലഞ്ചസിലൂടെ ഒക്കെ പോയി നിങ്ങൾ അത്ര സാറ്റിസ്ഫൈഡ് അല്ല ഇപ്പോഴും നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്നുണ്ടെങ്കിൽ ഒരു 360 ഡിഗ്രി ചേഞ്ച് ആണ് കാണുന്നത്. അതിൻ്റെ നേരെ വിപരീതമായിരിക്കും സെപ്റ്റംബർ മാസം. അപ്പോൾ അതായത് വളരെയധികം മാറ്റങ്ങൾ, പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ്. അപ്പോൾ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു ചിലപ്പോൾ ഒരു ഇൻകം, വരുമാനം നേടാനുള്ള, വരുമാനം ഉണ്ടാക്കാനുള്ള പുതിയൊരു മാർഗം, ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ലഭിക്കും ഈ ഒരു മാസം. അത് ഞാൻ കാണുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആവാനും സെക്യൂർ ആവാനും നിങ്ങൾക്ക് അവസരം കിട്ടും. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എസ്പെഷ്യലി നിങ്ങൾക്ക് ഇപ്പോൾ ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടെന്ന് വിചാരിക്കൂ, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അവസാനിപ്പിക്കാനായിട്ടൊരു അവസരം, ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഈ മാസം കിട്ടും. ഓക്കെ, സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾക്ക് ലഭിക്കും. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും. എനിക്ക് ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ ഈ ഒരു അവസരം പ്രത്യേകിച്ച് നിങ്ങളുടെ ലൈഫിൽ എന്താ പറയുക, വളരെ എല്ലാ കാര്യങ്ങളും നടക്കാനൊരു
സമയം എടുക്കുന്നുണ്ട്. വളരെ സ്ലോ ആയിട്ടാണ് മാറ്റങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ വരുന്നേ ഇല്ല. കാരണം എത്ര മാറ്റങ്ങൾ വരുന്നു നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലും, പല റീഡിങ്ങിലൂടെ കേൾക്കുന്നുണ്ടെങ്കിലും അത് നടക്കുന്നില്ല. അതായത് ഡിലേ ഉണ്ട് അവിടെ. ഓക്കെ, ആ ഒരു സ്ലോ മൂവിങ് എനർജി ഉണ്ടല്ലോ, അത് ഈ മാസം എന്താ പറയുക, സ്വിച്ച് ഇട്ട പോലെ എന്ന് പറയുന്നത് നമ്മൾ പറയില്ലേ, നമ്മൾ വളരെ കൊളോക്കിയലായിട്ട് പറയുന്നത് സ്വിച്ച് ഇട്ട പോലെ പെട്ടെന്നാണ് മാറുക. ഓക്കെ, സഡൻ ചേഞ്ച്. കാരണം ടവർ കാർഡാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസും കൂടി കോമ്പിനേഷനായിട്ട് കിട്ടിയിരിക്കുന്നത്. അതായത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ ടാരോ ഡെക്കിലെ സ്ലോവസ്റ്റ് മൂവിങ് കാർഡാണ്. ഓക്കെ, അപ്പോൾ ടവർ കാർഡാണ് അതിനെ പ്രിസീഡ് ചെയ്ത് നിൽക്കുന്നത്. അതായത് ആ ഒരു സഡൻ ചേഞ്ച് ഈ ഒരു എനർജിയിൽ, ഈ സ്ലോ മൂവിങ് എനർജിയിൽ പെട്ടെന്നായിരിക്കും മാറ്റം. അപ്പോൾ ഈ സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾ അങ്ങനെ ഇങ്ങനെ എന്താ പറയുക, വളരെ ന്യൂട്രലായിട്ട് പോയിക്കൊണ്ടിരിക്കുക, പെട്ടെന്നാവും ഈ ചേഞ്ചസ് ഒക്കെ നിങ്ങൾ അനുഭവിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം അതൊന്ന് എന്താ പറയുക, അതിനോടൊന്ന് കോപ്പപ്പ് ചെയ്യാൻ, അതിനെ ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. പക്ഷേ ഇറ്റ് വിൽ ബി ഫൈൻ. ഓക്കെ, നിങ്ങൾ വളരെയധികം അതിൽ എന്താ പറയുക, നിങ്ങൾക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ ടെൻഷൻ ഒരുപാട് ചിന്തിച്ചു കൂട്ടരുത്. അത് പ്രത്യേകം എടുത്ത് പറയണോ, ചിന്തിച്ചു കൂട്ടരുത്. അയ്യോ ഇനി എന്തൊക്കെ പറ്റാൻ പറഞ്ഞാവോ, ഞാൻ എന്തെങ്കിലും തെറ്റുകൾ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകൾ പറ്റാവോ, ഞാൻ ശരിയായിട്ടാണോ കാര്യങ്ങൾ ചെയ്യണത്, ഇങ്ങനത്തെ വേണ്ടാത്ത ചിന്തകളുണ്ടല്ലോ, അതൊന്നും വേണ്ട. ഓക്കെ ഓക്കെ, ഈ മാറ്റങ്ങൾ വരുന്നു, അത് ആക്സെപ്റ്റ് ചെയ്യുക, എൻജോയ് ചെയ്യുക. പിന്നെ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ ഒരു ബ്രേക്ക് ത്രൂ ആണ്. അപ്പോൾ ഈ ഒരു മാറ്റം, ഈ ഒരു പുതിയ തുടക്കം എന്ന് പറയുന്നത് അത് ഫോർ ലോങ് ടേം, കുറച്ച് നാളത്തേക്കുള്ളതല്ല. ഈ ഒരു മാറ്റം എന്താ പറയുക, കാലാകാലങ്ങൾക്കുള്ളതാണ്, ഫോർ ലോങ് ടേം. അത് മാത്രമല്ല, നിങ്ങൾ എസ്പെഷ്യലി ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രത്യേക ഒരു ഗോൾ ഉണ്ട്. ഓക്കെ, നിങ്ങളത് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് നിങ്ങളിങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഈ സെപ്റ്റംബർ മാസത്തിലാണ് നിങ്ങൾ ആ ഗോൾ അച്ചീവ് ചെയ്യുന്നത്. ഓക്കെ, അത് വളരെയധികം നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ജോലിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സോ ആയിരിക്കാം ഈ ബ്രേക്ക് ത്രൂ, ഈ ഒരു സക്സസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ജോലി 9 to 5 ജോബ് ഏതാണെന്ന് വെച്ചാൽ അതിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ജോബ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ജോബാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പെർമനൻറ്റ് ജോബ് കിട്ടാനുള്ള സാധ്യതയുണ്ട്, കോൺട്രാക്ട് സൈനിങ്ങിനൊക്കെ സാധ്യത ഞാൻ കാണുന്നു. പിന്നെ ഇപ്പോൾ ബിസിനസ് ആണെന്ന് വിചാരിക്കും, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ കാണുന്നില്ലെങ്കിൽ, ഈ ഒരു മാസം സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾക്ക് അവിടെ ഒരു ബ്രേക്ക് ത്രൂ, ഒരു വിക്ടറി ഉണ്ടാവുന്നുണ്ട്. വിക്ടറി മീൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് കൂടുതൽ നിങ്ങൾക്ക് സെയിൽസ് ഉണ്ടാവുക, വരുമാനം ലഭിക്കുക. ഓക്കെ, കാരണം 9 of Pentacles ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ് നിങ്ങൾക്ക് ഈ മാസം വരാൻ പോണത്. അപ്പോൾ ശരിക്കും പറയാൻ വെച്ചാൽ ഈ കാർഡ്സ് പ്രകാരം ഒരുപാട് പണം നിങ്ങൾക്ക് ഈ മാസം കിട്ടും. പണം കിട്ടാന്ന് ചുമ്മാ അല്ല. കാരണം 9 of Pentacles എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ ലക്ഷറിയാണ്. ഓക്കെ, ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, ലക്ഷറി, അങ്ങനത്തെ ഒരു ലൈഫ് ഉണ്ടല്ലോ, അതിലേക്ക് ആ ഒരു എനർജിയാണ് 9 of Pentacles. അപ്പോൾ ഈ ഒരു ബ്രേക്ക് ത്രൂ, ഈ ഒരു സക്സസ് ഉണ്ടാകുന്നത്, അതിൻ്റെ ഒരു ഫൈനാൻഷ്യൽ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലക്ഷറിയാണ്. ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വിത്ത് ലക്ഷറിയാണ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഇതൊരു റീബർത്ത് ആണ്. അപ്പോൾ നിങ്ങളുടെ സെപ്റ്റംബർ മാസം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു റീബർത്ത് സിറ്റുവേഷൻ ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, മൊത്തത്തിൽ 360 ഡിഗ്രി ലെവൽ ഒരു ചേഞ്ചാണ് നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ബിസിനസ് ഒരു സൈഡ് നീഷ് ആവട്ടോ. ഇപ്പോൾ എന്താ പറയുക, ആമസോൺ അസോസിയേറ്റ് ഒക്കെ ഉണ്ടല്ലോ, അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് നിങ്ങൾക്ക് ഇതൊക്കെ ഈ ഒരു ബിസിനസ് കാറ്റഗറിയിൽ വരുന്നുണ്ട്. സൈഡ് നീഷ് അല്ലെങ്കിൽ ബിസിനസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സെയിൽസ് ലഭിക്കാനും, കൂടുതൽ ആളുകൾ നിങ്ങളുടെ ഈ ബിസിനസ്സിനെ കുറിച്ച് അറിയാനും, നിങ്ങളുടെ ഈ സർവീസിനെ കുറിച്ച് അറിയാനും, നിങ്ങൾക്ക് അതുവഴി കൂടുതൽ സെയിൽസ് ഉണ്ടാവാനും, അല്ലെങ്കിൽ കൂടുതൽ ബുക്കിങ്സ് ലഭിക്കാനും, കൂടുതൽ വരുമാനം ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സ്പോട്ട് ലൈറ്റ് എനർജി ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ ആ ബിസിനസ്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസൻസ് ആളുകൾ അറിയാണ്, ചുറ്റുള്ളവർ അറിയാണ്. ഓക്കെ, നിങ്ങളുടെ പ്രസൻസ്, നിങ്ങളുടെ സർവീസിനെ കുറിച്ച് അറിയുന്നു, നിങ്ങൾക്ക് കൂടുതൽ ക്ലയൻസിനെ കിട്ടുന്നു, കൂടുതൽ സെയിൽസ് കിട്ടുന്നു. അങ്ങനെ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ നിങ്ങളുടെ ബിസിനസ് എസ്റ്റാബ്ലിഷ് ആവുന്ന ഒരു സിറ്റുവേഷനാണ് ഞാൻ ഈ സെപ്റ്റംബർ മാസത്തിൽ കാണുന്നത്. ഓക്കെ, എഗെയിൻ ഞാൻ പറയുന്നു, വളരെ പെട്ടെന്നായിരിക്കും, നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലായിരിക്കില്ല. സഡൻ ചേഞ്ചാണ് കാണുന്നത്, പക്ഷേ സഡൻ പോസിറ്റീവ് ചേഞ്ചാണ്. നിങ്ങളവിടെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ ഞാൻ കാണുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ. അതായത് നിങ്ങൾ എന്തൊക്കെ ഈ മാറ്റങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ, ഞാൻ പറഞ്ഞു സഡൻ ചേഞ്ചസ് ആണ്, അതിനനുസരിച്ച് പോവുക. ഓക്കെ, ടെൻഷൻ അടിച്ച് എന്താ പറയുക, കുറേ ചിന്തിച്ചു കൂട്ടി വെറുതെ അനാവശ്യമായ ടെൻഷൻസ് വരുത്തി വയ്ക്കരുത്. അനാവശ്യമായ ആലോചനകളുടെയും ചിന്തകളുടെയും ആവശ്യമില്ല.
നമുക്ക് എന്താ പറയുക ഗൈഡൻസ് അപ്പം തന്നെ ലഭിക്കും. നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് യൂണിവേഴ്സ് നിങ്ങളെ ത്രൂ ഔട്ട് ഗൈഡ് ചെയ്യും. അത് ജസ്റ്റ് ഫോളോ ചെയ്യുക, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളൊരു സെൽഫ് കെയർ ആക്ടിവിറ്റി എന്തെങ്കിലും നിങ്ങൾ ഓൾറെഡി ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല കാര്യം, അല്ല ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം. അത് എക്സസൈസ് ആവാം, ഒരു സ്കിൻ കെയർ റുട്ടീൻ ആവാം, ഹെയർ കെയർ റുട്ടീൻ ആവാം. നിങ്ങളതൊക്കെ വളരെ നെഗ്ലക്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ്, അതൊന്നും അങ്ങനെ കാര്യമായിട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു റീഡിങ്ങിലൂടെ പറയുന്നത് നിങ്ങളത് മസ്റ്റായിട്ടും ചെയ്തിരിക്കണം. ഓക്കെ. നിങ്ങളുടെ ശരീരത്തിനെ നെഗ്ലക്റ്റ് ചെയ്തിടുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ എനർജി വളരെയധികം ലോ വൈബ്രേഷനിലാവും. ഓക്കെ. നിങ്ങൾ ആദ്യം പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതും ആദ്യം കെയർ ചെയ്യേണ്ടതും നിങ്ങളെ തന്നെയാണ്, നിങ്ങളുടെ ശരീരത്തിനെയാണ്. ഓക്കെ. അപ്പോഴാണ് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ലൈഫ് കിട്ടുമ്പോൾ അതനുസരിച്ച് എന്താ പറയുക, അത് എൻജോയ് ചെയ്യാനുള്ള എനർജിയും കപ്പാസിറ്റിയും ഒക്കെ ഉണ്ടാവുള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മസ്റ്റായിട്ട് ചെയ്യുക. അതുപോലെ എക്സസൈസ് ചെയ്യണം എന്നാഗ്രഹിച്ച് അതിങ്ങനെ എന്താ പറയുക ഡിലേ ചെയ്ത് നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഈ മാസം തൊട്ട് മസ്റ്റായിട്ടും അത് ചെയ്തിരിക്കണം. സെൽഫ് കെയർ ആക്ടിവിറ്റി നിങ്ങളെ സംബന്ധിച്ച് ഗ്രൂപ്പ് 3യെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു മാസം, സെപ്റ്റംബർ മാസം നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് വിജയങ്ങളും പിന്നെ എന്താ പറയുക സ്പോട്ട് ലൈറ്റ് എനർജിയും ഒക്കെ ഉള്ള ഒരു മാസമാണ്. ഇപ്പോൾ ജോലിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് കിട്ടുന്ന ജോലി ആണ് നിങ്ങളെ സ്പോട്ട് ലൈറ്റിൽ ഇടുന്നത്. ഓക്കെ. അപ്പോൾ അതൊരു ചെറിയ ജോലി ആയിരിക്കില്ല. ഞാൻ പറഞ്ഞു സ്ഥിരം ജോലിയുടെയാണ് എനർജി കാണുന്നത്. അതും ഒരു ചെറിയ കമ്പനിയിൽ അങ്ങനെയൊന്നും ആയിരിക്കില്ല. കാരണം നിങ്ങളുടെ ആ ഒരു പൊസിഷൻ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനി, ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങളെ ശരിക്കും ഇങ്ങനെ ആളുകൾ തന്നെ ആ വ്യക്തിക്ക് ഇന്ന സ്ഥലത്താണ് ജോലി കിട്ടിയത്, അവർക്ക് ഇന്ന ജോലിയാണ് കിട്ടിയത്, അങ്ങനെ എന്താ പറയുക എല്ലാവരും ഒരു പബ്ലിക് റെക്കഗ്നിഷൻ കിട്ടാമെന്നൊക്കെ പറയില്ലേ, ആ ഒരു സ്പോട്ട് ലൈറ്റ് എനർജി അതാണ് ഞാൻ കാണുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ സേഫാണ്, പ്രൊട്ടക്റ്റഡ് ആണ്. ഈ മാസം നിങ്ങൾക്ക് കിട്ടുന്ന ബ്ലെസ്സിങ്സും പ്രൊട്ടക്റ്റഡ് ആണ്. നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. എൻജോയ് ചെയ്യുക ഈ വിജയങ്ങളും ഈ ലഭിക്കുന്ന എന്താ പറയേണ്ട ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, ഇതെല്ലാം നിങ്ങൾ എൻജോയ് ചെയ്യുക. അത് മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടൂ. അതിന് യൂണിവേഴ്സിനോട് നന്ദിയും പറയാം. ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഇതൊക്കെയാണ് നിങ്ങളുടെ ഈ സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ. ഓക്കെ. ഈ റീഡിങ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ റീഡിങ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഇതൊക്കെ ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുകയും വേണം. ഇനി മറ്റൊരു റീഡിങ്ങിലൂടെ നിങ്ങളെല്ലാവരും ആയിട്ട് വീണ്ടും കണക്ട് ചെയ്യാൻ സാധിക്കും, വീണ്ടും കണ്ടുമുട്ടാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക്